ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആർക്കെങ്കിലും എനിക്ക് വിഷ് കൈനീട്ടം തരണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ QR കോഡ് ഞാനിവിടെ കൊടുക്കാം. അതിൽ സ്കാൻ ചെയ്ത് എത്ര വേണമെങ്കിലും എനിക്ക് അയച്ചോളൂ, ഞാൻ സന്തോഷം സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ കിട്ടി, അതുകൊണ്ട് തന്നെ ചൂടൊക്കെ ഒന്ന് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് സൂര്യൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെന്താ, സിനിമകളൊക്കെ കണ്ടില്ലേ എല്ലാവരും? 3 സിനിമകളും അടിപൊളിയാണ്. ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ഇന്ന് ആവേശം കാണാൻ പോകണം എന്നുണ്ട്. നാളെ വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും കാണും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയേണ്ട ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ആപ്പിൾ യൂസേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു പക്ഷേ സ്പൈവെയർ അടങ്ങുന്ന ഒരു ഇമെയിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂസർ ID, പാസ്വേഡ് കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ഇമെയിലുകൾ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യരുത്. ഇത് ഇന്ത്യ എന്നോ അമേരിക്ക അങ്ങനെ സെലക്റ്റഡ് കൺട്രികളിലല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഏകദേശം 96 കൺട്രികളിലും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഒരു വാർണിംഗ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കാര്യമായിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ഹൈ ക്വാളിറ്റി HD ഇമേജുകൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി അയക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്റ്റഡ് ആളുകളായിട്ട് മെസ്സഞ്ചർ വഴി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എല്ലാവർക്കും സെലക്റ്റഡ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കുറേ ഫോട്ടോസ് അയക്കേണ്ട ആവശ്യമില്ല. ആൽബം ക്രിയേറ്റ് ചെയ്യുക, അത് ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ആ ആൽബം ആയിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മളുടെ പ്രൊഫൈൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചാറ്റ് വിൻഡോ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കൊരു QR കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചാറ്റ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്പർ പറഞ്ഞിട്ടോ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. QR കോഡ് ജനറേറ്റ് ചെയ്യുക, അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അവിടെ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ കിട്ടുന്നതാണ്. അതുകൂടാതെ 100 MB വരെയുള്ള ഡോക്യുമെൻറ്റ്സ് ഇനി നമുക്ക് മെസ്സഞ്ചർ വഴി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇമേജോ അല്ലെങ്കിൽ വീഡിയോസും മാത്രമല്ല, PDF അല്ലെങ്കിൽ Excel അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സും ഇനി മുതൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. മെയ് 15 മുതൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ വരുന്ന എല്ലാ AI എഡിറ്റിംഗ് ടൂളുകളും നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ എല്ലാ ഫോണുകളിലും, പിക്സൽ ഫോണുകളിലും മാത്രമല്ല ഏത് ബ്രാൻഡിൻ്റെ ഫോണാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന എഡിറ്റിംഗ് ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് ഇറേസർ പറ്റും. അതുകൂടാതെ ഫോട്ടോ അൺബ്ലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പോർട്രേറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെന്താ സംഭവം എന്നറിയോ? കഴിഞ്ഞ ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ അവരുടെ AI ഫീച്ചേഴ്സ്, AI ഓപ്ഷൻസ് എല്ലാതും ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ അതിൻ്റെ ഒന്നാം പടിയായിട്ട് ഈ സംഭവങ്ങളെല്ലാം ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സുഖ സൗകര്യങ്ങളും നമ്മൾ അറിഞ്ഞ് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാവുമ്പോൾ ഇതിനൊരു ചാർജ് അവർ ഇടും. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും, 49, 99, 199 അങ്ങനെ ഒരു എമൗണ്ട് ആയിരിക്കാം ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പൈസ പേ ചെയ്തുകൊണ്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജിയോ കൊണ്ടുവന്ന ആ സെയിം, ജിയോ കൊണ്ടുവന്നതല്ല, ജിയോ നമ്മൾക്ക് തന്ന സെയിം ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ ഗൂഗിളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മെയ് 15 മുതൽ ഈ AI ടൂളുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാറ്ററി സൈഡിലാണ് ഒരുപാട് ഫീച്ചേഴ്സ് അത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെയും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു സ്പെക്കിലാണ് ആ ഒരു ഫോൺ വന്നിരിക്കുന്നത്. 21,999 രൂപയ്ക്കാണ് ആ ഒരു ഫോണിൻ്റെ നോർമലി സെല്ല് ചെയ്യുന്ന ഒരു പ്രൈസ്. ലോഞ്ച് ഓഫർ ആയിട്ട് SBI കാർഡിലും അതുകൂടാതെ HDFC കാർഡിലും 2000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ 19,999 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ ലോഞ്ച് ഡേ ആയിട്ട് ആ 12 വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കേസ്, മാഗ് കേസും അതുകൂടാതെ മാഗ് പവർ എന്ന് പറയുന്ന ഒരു പവർ ബാങ്കും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഫോൺ ഇപ്പം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഫ്ലിപ്കാർട്ടിലാണ് ആ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. HMD നോക്കിയ ബ്രാൻഡിങ്ങിൽ 3 ഫീച്ചർ ഫോണുകൾ പുറത്തിറങ്ങുന്നുണ്ട്. 6310, 5310, അതുകൂടാതെ 230 എന്ന് പറയുന്ന നോർമൽ ഫോണുകൾ, ഫീച്ചർ ഫോണുകളാണ്, സ്മാർട്ട് ഫോണുകളല്ല. സോ 5000 രൂപയ്ക്കൊക്കെ താഴെ വരുന്ന ഒരു നോർമൽ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, അത്രമാത്രം. ഈ മാസം 24 IQ Z9 ടർബോ എന്ന് പറയുന്ന ഒരു മോഡൽ ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ 8S Gen 3 പറയുന്ന ആ ഒരു പ്രൊസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. സോ 24 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് ഇന്ത്യയിൽ വരും എന്നുള്ളത്
കാത്തിരുന്ന് കാണാം. ലാവ എന്ന ഇന്ത്യൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. ലാവ പ്രോ വാച്ച് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 23-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ലാവയുടെ കയ്യിൽ നിന്ന്, ഒരു ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. 16-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച, മോട്ടറോള എഡ്ജ് 50 സീരീസിൻ്റെ ഗ്ലോബൽ ലോഞ്ച് ഇവൻ്റ് ഉണ്ടായിരിക്കും. ഓൾറെഡി നോട്ട് 50 പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 30,000 രൂപയ്ക്ക്, 29,999 രൂപയ്ക്കാണ് ഇന്ത്യയിൽ ആ ഒരു ഫോൺ സെല്ല് ചെയ്യുന്നത്. അത് കൂടാതെ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടാവും. മോട്ടറോള എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്ന മറ്റൊരു മോഡലും ഉണ്ടാവും. ഈ 2 ഫോണുകളാണ് പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ മോട്ടറോള എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്ന മോഡലിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റായ 8s Gen 3 വെച്ചിട്ട് വരാനാണ് ഒരു ചാൻസ് കാണുന്നത്. സോ 16-ാം തീയതി അറിയാം. ഗ്ലോബൽ ലോഞ്ച് എന്നാണ് ഞാൻ വായിച്ചത്. അതിൽ ഇന്ത്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്തായാലും 16-ാം തീയതി അറിയാം. അതേ ദിവസം, അതായത് 16-ാം തീയതി മോട്ടറോള G64 5G എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് വഴി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ Dimensity 7025ൻ്റെ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരിക്കും. ഏകദേശം 4500 അല്ലെങ്കിൽ 5000 mAh ബാറ്ററി ഉണ്ടായിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20,000 രൂപ റേഞ്ചിലാണ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലും 16-ാം തീയതി ഫ്ലിപ്കാർട്ടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. 18-ാം തീയതി നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വരുന്നുള്ളതിൻ്റെ ഒരു ടീസർ പോസ്റ്റർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ന്യൂസിൽ. അത് നത്തിങ് ഇയർ 3 ആവാനുള്ളൊരു ചാൻസ് ആണ് മൊത്തത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ലീക്ക്ഡ് റെൻഡേഴ്സും കളേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നത്തിങ് ഇയർ 3 ആകാൻ എന്നൊരു ചാൻസ് ആണ് മൊത്തത്തിലുള്ള റൂമർ വരുന്നത്. ഇതിൽ ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏകദേശം 10,000 രൂപയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എന്തായാലും 18-ാം തീയതി കൂടുതൽ ഡീറ്റെയിൽ അറിയാം. റിയൽമിയുടെ സൈഡിൽ നിന്ന് പുതിയ ഒരു സീരീസിൽ ഫോണുകൾ വരുന്നുണ്ട്. P സീരീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് P1 ആൻഡ് P1 Pro എന്ന് പറയുന്ന 2 മോഡലുകളാണ് ആദ്യം വരുന്നത്. ഡിസൈനൊക്കെ കാണാനായിട്ട് അവരുടെ ഒരു 12 സീരീസ് ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് അതുപോലെ തന്നെയുണ്ട്. ആ ഒരു സ്ട്രിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രം. സോ എന്ത് പറ്റി, ഒരു മാറ്റവും ഇല്ല. ആ ഒരു റൗണ്ട് ഡിസൈൻ പിടിച്ചിരിക്കുകയാണ് റിയൽമി. എനിവേ ഇതിൽ കൊടുത്തിരിക്കുന്നത് Dimensity 7050ൻ്റെ പ്രോസസ്സറാണ്. അതുകൂടാതെ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഫോണിൻ്റെ ഒപ്പം തന്നെ റിയൽമി T110 എന്ന് പറയുന്ന TWS വരുന്നുണ്ട്. പിന്നെ നെക്ക് ബാൻഡ് ഉണ്ടല്ലോ, വയർലെസ് 3 നിയോ എന്ന് പറയുന്ന ആ ഒരു നെക്ക് ബാൻഡും വരുന്നുണ്ട്. റിയൽമി പാഡ് 2ൻ്റെ ഒരു വൈഫൈ വേരിയൻറ്റും ഇതോടൊപ്പം തന്നെ പുറത്ത് വരുന്നുണ്ട്. സോ ഒരുപാട് പ്രൊഡക്റ്റുകൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമി GT Neo 6 SE എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഫോൺ വരുന്നത്. ഏകദേശം ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 30,000 രൂപ ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് 2 പുതിയ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. M55ഉം M15ഉം. ഇതിൽ M55ന് 27,000 രൂപയാണ് നോർമൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ M15ന് ഏകദേശം 15,000 രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ഇത് വാങ്ങാം. 2,000 രൂപയുടെ ഒരു കാർഡ് ഓഫർ M55ൽ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലെ ടെക്സാസിലുള്ള സാംസങ്ങിൻ്റെ ചിപ്പ് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം $6.6 ബില്യൺ സബ്സിഡിയാണ് അവിടുത്തെ ഗവൺമെൻറ് സാംസങ്ങിന് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത്രയും വലിയൊരു തുകയാണ് ഗവൺമെൻറ് സാംസങ്ങിന് സബ്സിഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വരും വർഷങ്ങളിൽ ഇനി ചിപ്പ് നിർമ്മാണ മേഖലകളിൽ ഒന്നും കൂടിയും സാംസങ് സജീവമായിരിക്കും. കുറേ കൂടി AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിവോ T സീരീസിൽ വിവോ T3X എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ 17-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും 17-ാം തീയതി ബാക്കി വിവരങ്ങൾ അറിയാം. ഓപ്പോ A3 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. A3 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ലോ റേഞ്ചിലുള്ള ഫോണായിരിക്കും എന്നുള്ളത്. കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് 6.7 ഇഞ്ച് വരുന്ന കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. Dimensity 7050ൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിക്ക് 64 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതുകൂടാതെ ആദ്യമായിട്ടാണ് IP69 IP റേറ്റിംഗോട് കൂടിയിട്ട് കേൾക്കുന്ന ഒരു ഫോൺ ഞാൻ കേൾക്കുന്നത്. ഇതും ഇന്ത്യയിലോട്ട് എന്ന് വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ന്യൂസുകളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. റെഡ്മി ടർബോ 3 എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു 8s Gen 3 വെച്ചിട്ട് ഇനിയും ഒരുപാട് ഫോണുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അതായത് ചൈനയിലെ പ്രൈസ് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 25,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസായ LYT 600 എന്ന് പറയുന്ന ഒരു 50 മെഗാ പിക്സൽ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ മിക്കവാറും പോക്കോ ബ്രാൻഡിൻ്റെ അണ്ടറിലോട്ട് വേറൊരു പേര് മാറ്റിയിട്ട് റീബ്രാൻഡ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. ഈ ഒരു ടർബോ 3 കാര്യത്തിലോട്ട് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഒരു മോഡലും കൂടെ ഇറക്കിയിട്ടുണ്ട്. സോ ബാക്കിൽ ഡിസൈനിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. ലൈക്ക എന്ന് പറയുന്ന ക്യാമറ കമ്പനി ഫോണുകൾ പുറത്തിറക്കാറുണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ലൈക്ക എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഷവോമിയുടെ കൂടി അവരുടെ ആ ഒരു ക്യാമറ കൊളാബറേഷനും കൂടി വന്നപ്പോൾ ഒരുവിധം എല്ലാവരും ആ ഒരു പേര് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർക്കൊരു ഫോൺ ഉണ്ട് എന്നുള്ള വിവരം സത്യമായിട്ടും ഞാനും കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. അതായത് ലൈറ്റ്സ് സീരീസിലാണ് ആ ഒരു പേരിലാണ് ആ ഒരു ഫോണുകൾ പുറത്തിറക്കുന്നത്. അതിൻ്റെ 3ാമത്തെ ജനറേഷൻ ഫോണാണ് ഇപ്പോൾ 2024 പുറത്തിറങ്ങിയത്. 2021 അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വന്നു. 2022 സെക്കൻഡ് ജനറേഷൻ വന്നു. 2023 ഫോണുകളൊന്നും പുറത്തിറങ്ങിയില്ല. ഈ ഒരു ഫോണിൽ 47 മെഗാ പിക്സലിൻ്റെ 1 ഇഞ്ച് സെൻസറാണ് മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജപ്പാനിൽ മാത്രമാണ് വാങ്ങാനായിട്ട് സാധിക്കുക. ഏപ്രിൽ 19 മുതൽ ജപ്പാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയോ ചൈനയോ ആ രാജ്യങ്ങളിലോട്ടൊന്നും ഇത് പോവില്ല. ജപ്പാൻ എക്സ്ക്ലൂസീവ് ആണ്. ഇനി ലാസ്റ്റ് ന്യൂസ്, ആപ്പിളിൻ്റെ M4 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റ് ഈ ഒരു വർഷം തന്നെ പുറത്തിറങ്ങും. അത് വെച്ചുകൊണ്ടുള്ള ലാപ്ടോപ്പ്, ടാബ്ലറ്റ് കാര്യങ്ങളെല്ലാം വരും വർഷങ്ങൾ, ഒന്നുകിൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയിട്ട് പുറത്തിറങ്ങും. സോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് AI-ലാണ്. ജനറേറ്റീവ് AI പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചിപ്സെറ്റിൽ കൂടുതൽ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച മിക്കവാറും ഈ ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കില്ല, കാരണം പെങ്ങളുടെ കല്യാണമാണ്. സോ ബിസി ആയിരിക്കും. മറ്റ് വീഡിയോസും ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഈ ആഴ്ച. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകാനാണ് സാധ്യത. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയുള്ളത് അപ്ലോഡ് ചെയ്യാനുള്ളത് മോട്ടറോള G04 എന്ന് പറയുന്ന ഫോണിൻ്റെ റിവ്യൂ ആണ്. കഴിഞ്ഞ 2 മാസമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. എനിവേ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു വിഷു ആശംസകൾ. ഗുഡ് ബൈ.